ആറന്മുള നിയോജക മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്ന് ഇലക്ഷൻ കൺവീനർ ബിജു മാത്യു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ.ഡി.എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ ആറന്മുള നിയോജകമണ്ഡലത്തിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ്. നമ്മളോടിപ്പം ചേരുന്നത് കഴിഞ്ഞ 2021 എൻ.ഡി.എ സ്ഥാനാർത്ഥി ആറന്മുള നിയോജകമണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ബിജു മാത്യുവാണ് ആറന്മുള നിയോജകമണ്ഡലത്തിലെ കുമ്മനം രാജശേഖരന്റെ ഈ വർഷത്തിന്റെ ഇലക്ഷന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഈ ഇലക്ഷനും മറ്റു കാര്യങ്ങളും ഇനി പോളിംഗ് ബൂത്തിലേക്ക് 9-ാം തീയതി ചെല്ലുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ബിജു മാത്യു നമ്മളോട് ചേരുന്നത്. ബിജു മാത്യു, എങ്ങനെയാണ് കഴിഞ്ഞു? വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ ഒരു മാസ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നിട്ടുണ്ട്. ഇന്ന് കൊട്ടിക്കലാശത്തോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണമാണ്. ഒരു സംശയം വേണ്ട, ആറന്മുളയ്ക്ക് വേണ്ടി ജനിച്ച് ആറന്മുളയ്ക്ക് വേണ്ടി തന്റെ മനസ്സും ഹൃദയവും എല്ലാം കീഴടക്കിയിട്ടുള്ള കുമ്മനം രാജശേഖരൻ ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എല്ലാ കാര്യങ്ങളും നല്ല ക്രമീകരണത്തോടു കൂടിയാണ് ഒത്തിരി വളരെ ലിമിറ്റഡ് സമയത്തിനകത്താണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. നാളെ നിശബ്ദ പര്യടനത്തോടു കൂടി എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ഒന്നിക്കൊന്ന് മെച്ചമായിട്ട് ഈ പ്രാവശ്യം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാരുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജേട്ടൻ ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇൻചാർജ് എന്ന നിലയ്ക്ക് തന്നാൽ കഴിയുന്നതിന് അപ്പുറമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെയേറെ ആത്മാർത്ഥതയുണ്ട്. അത് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇത്രത്തോളം രാജേട്ടന് വേണ്ടിയിട്ട് എന്റെ സമയവും എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാൻ കഴിഞ്ഞതിലും അതിനനുസരിച്ചുള്ള ഒരു വിജയം 100% ഉറപ്പാക്കിക്കൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ബിജു മാത്യു, 2021 ആ ഇലക്ഷന്റെ ആ കാലഘട്ടത്തിൽ അന്ന് കോവിഡ് പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഒട്ടേറെ അനുകൂല സാഹചര്യങ്ങളുണ്ട്. എങ്ങനെയാണ് രണ്ട് കാലഘട്ടവും ബിജു മാത്യു ഓർമ്മിച്ചത്? 2021 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി 2017 ഞാൻ എന്റെ രംഗപ്രവേശനം നടത്തപ്പെടുന്നത്. 2017 അവസാന കാലഘട്ടങ്ങളിൽ എന്നെ ആറന്മുളയിൽ മത്സരിപ്പിച്ചെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ എന്റെ പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ കൊണ്ട് ഏകദേശം 30,000 വോട്ടിനടുത്ത് അന്ന് നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിച്ചു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ കോവിഡിന്റെ കാലഘട്ടമാണ്. പ്രധാനപ്പെട്ട ഭവനങ്ങളിൽ നിന്നും പ്രായമായ മാതാപിതാക്കളെ ഒന്നും വോട്ട് ചെയ്യിക്കാൻ മക്കളൊന്നും വിടാത്ത ഒരു കാലഘട്ടം. 2 വീടുകളിൽ പോയി ഒരു പറ്റം ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന ആ കാലഘട്ടം. അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആ വോട്ടൊക്കെ ആർക്കാണ് പോയത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ നിസ്സംശയം, ഒരു സംശയമില്ല ആർക്കാ പോയെന്നുള്ളത്. ആ ഉദ്യോഗസ്ഥര്, ഓരോ യൂണിയന്റെ ഉദ്യോഗസ്ഥർ ആർക്കാണ് ആ വോട്ട് ചെയ്തെന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും പഴുതടച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് 2026. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തിരുവല്ലയിൽ എത്തിയതിനു ശേഷം ഒട്ടേറെ ആവേശം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കുമ്മനം രാജശേഖരൻ മാത്രമല്ല, ഞങ്ങളുടെ 140 നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങളുടെ ഏത് ഫ്ലെക്സിലായാലും ഏത് പോസ്റ്ററിലായാലും സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട സേവകൻ ഞങ്ങളുടെ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് പിടിക്കുന്നത്. ഞങ്ങളുടെ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങള് നിഷ്പക്ഷരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക്, പക്കാ രാഷ്ട്രീയമല്ല, നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാര് മോദിക്ക് അനുകൂലമായി, മോദിയുടെ വികസനത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ മെയ് 4 താമര വിരിയും ആറന്മുള. ഒരു സംശയം വേണ്ട. മെയ് 4 താമര ആറന്മുളയിൽ മാത്രമല്ല, ഈ കേരള സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് എൻ.ഡി.എ, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ.ഡി.എ മുന്നണി ആയിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി കൂടിയായ ഇലക്ഷൻ കമ്മിറ്റി ഇൻചാർജ് കൂടിയ ബിജു മാത്യു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.